ഇത് കിട്ടുന്നില്ല സുഹൃത്തുക്കളെ. കുടുങ്ങിയിരിക്കുകയാണ് നമ്മൾ. സൂരജ് ചോലക്കൽ ഡാഡു കോർണറാണ് നമ്മുടെ ഇൻഡോർ പ്ലാന്റ് ആദ്യം ഒന്ന് പഠിക്കട്ടെ. നമസ്കാരം സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇൻഡോർ പ്ലാന്റ് നമുക്ക് സെറ്റ് ചെയ്യാൻ വേണ്ടി ഒരു പോട്ട് ഉണ്ടാക്കാനാണ് നമ്മൾ നോക്കുന്നത്. അതായത് നമ്മളിപ്പോൾ 2 ചട്ടിക്ക് പകരമായിട്ട് 2 പെയിൻറ്റിൻ്റെ ബക്കറ്റാണ് എടുത്തിട്ടുള്ളത്. ഒന്ന് ഈ ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റും അതേപോലെ ഉള്ളിൽ ഇറക്കി വെച്ചിട്ടുള്ള ഒരു പെയിൻറ്റിൻ്റെ ബക്കറ്റുമാണ്. ഇത് നമ്മൾ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഇതിൻ്റെ ഇടയിലേക്ക് നമ്മൾ വൈറ്റ് സിമെൻറ്റ് കലക്കി ഒഴിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇനി നമുക്ക് ഇതിൽ നിന്നും ഈ ഒരു പെയിൻറ്റ് വേർപ്പെടുത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മളിത് തിരിച്ച് വെക്കുന്നു. തിരിച്ച് വെച്ചതിന് ശേഷം ഇതിങ്ങനെ പൊക്കുകയാണ്. ഇത് അഥവാ നിങ്ങൾക്ക് പൊക്കാൻ കഴിയുന്നില്ലെങ്കിൽ, ഇത് കിട്ടുന്നില്ലെങ്കിൽ, നല്ല തിളച്ച ചൂടുവെള്ളം ഇതിൻ്റെ മുകളിൽ ഒഴിച്ചു കൊടുത്താൽ നമുക്ക് നിഷ്പ്രയാസം തന്നെ ഇത് പൊക്കിയെടുക്കാൻ സാധിക്കുന്നതാണ്. അതായത് ഈ പ്ലാസ്റ്റിക് കുറച്ചും കൂടി ഒന്ന് വികസിക്കുന്ന സമയത്ത് സുഖമായിട്ട് നമുക്കിത് പൊന്തിച്ച് എടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നമ്മളിത് പൊന്തിച്ച് നോക്കുന്ന സമയത്ത് നമുക്ക് കിട്ടുന്നില്ല. അപ്പോൾ നമ്മൾ നല്ല ചൂടുള്ള വെള്ളം എടുത്തിട്ടുണ്ട്. എല്ലാവരും ശ്രദ്ധിക്കുക, അത് ശരീരത്തിലായി കഴിഞ്ഞാൽ പൊള്ളുന്നതാണ്. അതുകൊണ്ട് ശ്രദ്ധിച്ച് ആ ചൂടുവെള്ളം ഇതിൻ്റെ മുകളിൽ എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഒഴിച്ചു കൊടുക്കുക. നല്ല രീതിയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഈ പ്ലാസ്റ്റിക് ഉരുകുന്നതാണ്. ഉരുക മീൻസ് അത് എക്സ്പാൻഡ് ചെയ്യുന്നതാണ്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നിഷ്പ്രയാസം തന്നെ അത് ആ ചൂടായി കഴിഞ്ഞാൽ നല്ല ചൂടുണ്ട്. അപ്പോൾ അത് നമുക്ക് പൊന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ നിഷ്പ്രയാസം തന്നെ നമുക്ക് ഇത്തരത്തിൽ ഈ സാധനത്തിനെ പുറത്തേക്ക് എടുക്കാൻ സാധിക്കുന്നതാണ്. ഇപ്പോൾ നമുക്ക് കാണാൻ സാധിക്കും വൈറ്റ് സിമെൻറ്റിൻ്റെ ആ ഒരു പോട്ട് റെഡി ആയിട്ടുണ്ട്. ഓക്കെ, ഇപ്പോൾ നമുക്ക് കാണാം ഇതിൻ്റെ മുകളിൽ വൈറ്റ് കളർ തന്നെയാണ് വന്നിട്ടുള്ളത്. അത് വൈറ്റ് സിമെൻറ്റ് എടുത്തത് കൊണ്ടാണ്. ഇനി നമുക്ക് വേണമെങ്കിൽ ഇതിൻ്റെ മുകളിൽ ഒരു പെയിൻറ്റിങ്ങും കൂടെ നടത്തി കഴിഞ്ഞാൽ അടിപൊളിയായിരിക്കും. അപ്പോൾ നമുക്ക് പെയിൻറ്റിങ് ചെയ്യുന്ന സ്ഥലത്തേക്ക് പോകാം. നമ്മളിതിവിടെ ഇറക്കി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ മുകളിൽ ഇനി സ്പ്രേ പെയിൻറ്റ് അടിക്കാൻ പോവുകയാണ്. ഞാൻ ആദ്യമായിട്ടാണ് ഈ സ്പ്രേ പെയിൻറ്റ് അടിക്കുന്നത് തന്നെ. ഇത് നല്ല അടിച്ച് നോക്കാം നമുക്ക്. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് അത് ഇളക്കി കൊടുത്തിട്ട് വേണം അടിക്കാൻ വേണ്ടിയിട്ട്. എല്ലാ ഭാഗത്തും അടിച്ചു കൊടുക്കുക. ആകാത്ത ഭാഗമുണ്ടെങ്കിൽ അത് നോക്കി അവിടെ അടിച്ചു കൊടുക്കാവുന്നതാണ്. അപ്പോൾ നല്ല ഫിനിഷിങ്ങിൽ നമുക്ക് കിട്ടുന്നതാണ്. ആ വൈറ്റ് കളറ് നല്ല ക്ലിയറായിട്ട് തന്നെ അവിടെ കിട്ടുന്നുണ്ട്. കയ്യിലൊക്കെ ആയിട്ടുണ്ടെങ്കിലും നമ്മൾ വീണ്ടും ഒന്നുകൂടെ ഒരു കോട്ട് കൂടെ അതിൻ്റെ മുകളിൽ കൂടെ വലിയ കട്ടിയില്ലാത്ത രീതിയിൽ അടിച്ചു കൊടുക്കുകയാണ്. ഇപ്പോൾ ഒരു വിധമൊക്കെ ചട്ടിയുടെ കളറായിട്ടുണ്ട്, വൈറ്റ് കളറായിട്ടുണ്ട്. ഈ ഒരു ചട്ടിയുടെ മുഴുവൻ ഭാഗങ്ങളിലും നമ്മൾ പെയിൻറ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഒരു ദിവസം നമ്മൾ ഉണങ്ങാനായിട്ട് വെക്കണം. ഉണങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഏതെങ്കിലും ചെടികൾ ഇതിൽ നട്ട് ഇൻഡോർ പ്ലാന്റ് ആയിട്ട് വെക്കാൻ സാധിക്കുന്നതാണ്. ഒരുപാട് കാലം ഈട് നിൽക്കുന്ന ഒരു ചട്ടി നമ്മുടെ കയ്യിലുണ്ട് ഇപ്പോൾ. ഇനി നമുക്ക് ഇതിലേക്ക് പ്ലാന്റ് നടുന്ന കാര്യങ്ങളാണ് നോക്കേണ്ടത്. ഒടുവിൽ നമ്മൾ CC പ്ലാന്റ് ആണ് നട്ടിട്ടുള്ളത്. ഇൻഡോറായിട്ട് നടാൻ പറ്റുന്ന നല്ല ഒരു ചെടിയാണ് CC പ്ലാന്റ് എന്ന് പറയുന്നത്. അതിൻ്റെ താഴെയായി നമ്മൾ കുറച്ച് ഓട് പൊട്ടിച്ച് ഇട്ടിട്ടുണ്ട്. അത് നനയ്ക്കുന്ന സമയത്ത് വെള്ളം തെറിക്കാതിരിക്കാനൊക്കെ നല്ലതാണ്. റൂമിൽ മുഴുവനായിട്ടും ഓക്സിജൻ പ്യൂരിഫൈ ചെയ്യുന്ന ഈ ഒരു പ്ലാന്റ് നിങ്ങളെല്ലാവരും നട്ട് വളർത്തുക. പിന്നെ പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കുക. ഇൻഫോർമേറ്റീവായിട്ടുള്ള പല വീഡിയോകളും നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇനിയും നല്ലൊരു വീഡിയോയുമായി കാണുന്നതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.